ഈ വരുന്ന 10-ാം തീയതിയാണ് CPIMന്റെ കോവളം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കുക. ഈ ഉദ്ഘാടനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പ്രദേശത്തെ 11 നിർധനരായ കുടുംബങ്ങൾക്ക് 11 വീടുകൾ കൂടി CPIM വച്ചു നൽകുന്നുണ്ട്. ആ വീടുകളുടെ താക്കോൽദാനം CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ ആ ചടങ്ങിൽ വെച്ച് തന്നെ നിർവഹിക്കും. പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിനൊപ്പം കോവളം പ്രദേശത്ത് യാഥാർത്ഥ്യമാകുന്നത് 11 കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം കൂടിയാണ്. ഞങ്ങൾ പാർട്ടിക്ക് സ്വന്തമായി ഒരു ഓഫീസ് നിർമ്മിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനം കൂടി ഞങ്ങൾ ചെയ്യുകയാണ്. ഓരോ ലോക്കൽ കമ്മിറ്റിയിലും ഒരു പാവപ്പെട്ട ആളിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീട് സെലക്ട് ചെയ്ത് ഈ പാർട്ടി ഓഫീസിൻ്റെ നിർമ്മാണത്തോടൊപ്പം തന്നെ ഞങ്ങൾ 11 വീടുകളും പൂർത്തീകരിച്ചു. ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ദിവസം തന്നെ 11 വീടുകളുടെയും താക്കോലും കൈമാറും. ഞങ്ങൾ ഈ വീടുകൾ കൊടുക്കുന്നതിന് വേണ്ടി ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ സമൂഹത്തിൽ വളരെ കഷ്ടത അനുഭവിക്കുന്ന, പ്രയാസം നേരിടുന്ന കുടുംബങ്ങളെ പ്രത്യേകിച്ച് കണ്ടെത്തി കൊടുക്കണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതനുസരിച്ച് ഞങ്ങളിപ്പോൾ കൊടുക്കുന്ന വീടുകൾ ആ നിലയിൽ വലിയ പ്രയാസങ്ങൾ നേരിടുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, മാരകമായ അസുഖം ബാധിച്ച് കയറിക്കിടക്കുവാൻ കിടപ്പാടമില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകൾക്ക് ഒരു സഹായം ചെയ്യണം എന്നുള്ള തരത്തിൽ വളരെ അർത്ഥവത്തായി നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഈ 11 വീടും ഞങ്ങൾക്കത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തോടൊപ്പം തന്നെ ആ വീടുകളുടെ താക്കോൽ കൊടുക്കണം എന്ന് ഞങ്ങൾ പാർട്ടി തീരുമാനിച്ചിരുന്നു. 11 വീടിൻ്റെ തറക്കല്ലുകൾ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MB ഗോവിന്ദൻ മാസ്റ്റർ ആ തറക്കല്ലുകൾ ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ ആ വീടുകളുടെ പൂർത്തിയായ വീടുകളുടെ 11 വീടുകളുടെയും താക്കോൽ ദാനവും പ്രിയപ്പെട്ട പാർട്ടി സെക്രട്ടറി സഖാവ് MB ഗോവിന്ദൻ മാസ്റ്റർ തന്നെയാണ് നൽകുന്നത്. CPIMന്റെ കരുതലിന്റെ തലോടലാണ് കോവളം ഏരിയ കമ്മിറ്റിയുടെ മാതൃക. പാൻക്രിയാസിന് ക്യാൻസർ ആണെന്നുള്ളൊരു റിപ്പോർട്ട് വന്നു. അങ്ങനെ എനിക്ക് സർജറിയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ നേരത്തെ കുടുംബശ്രീപരമായിട്ട് ഒരു ഡെയിലി വേജസിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു കറക്റ്റ് 3 വർഷമായി ഞാൻ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഞാൻ വിചാരിച്ചില്ല ഇനി എനിക്കൊരു സ്വന്തമായിട്ടൊരു വീടുണ്ടാവുന്നു. വാടകയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്. 2 പെൺകുട്ടികളാണ്. കൊച്ചുങ്ങളുടെ സഹായത്തോടെയും പാർട്ടി സഹാക്കൾ, കാരണം വാടക കൊടുക്കാനില്ലാത്തപ്പോൾ അവർ എന്നെ സഹായിച്ചൊക്കെയാണ് ഞാൻ കിടന്നത്. എന്നെ കണ്ടെത്തി എനിക്കൊരു വീട് തന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ്. ഞാൻ ഒരിക്കലും എൻ്റെ സ്വന്തം ഒരു വീട്ടിൽ കിടക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അതെൻ്റെ പാർട്ടി എനിക്ക് അത് തന്നതിൽ എൻ്റെ ജീവിതകാലം മൊത്തം ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പാർട്ടിയോടൊപ്പം കടപ്പെട്ടിരിക്കും. നേരത്തെ ചെറിയ വീട്ടിലായിരുന്നു. ഇപ്പം എല്ലാരും കൂടെ അവിടെ ചെറിയൊരു മുറിക്കാതാണ് കിടക്കണം. ഇപ്പം വലിയ വീട് കിട്ടി സന്തോഷം. ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.